Hi students, in this video we are going to discuss about what is Kohlrausch's law and its applications. So what is meant by Kohlrausch's law? Kohlrausch's law is state on independent migration of ions. So Kohlrausch's law of independent migration of ions states that at infinite dilution, that means at infinite dilution, when the dissociation of the electrolyte is complete and all interionic effects disappear, each ion migrates independently of its co-ion and makes a definite contribution towards the total molar conductance of the electrolyte irrespective of the nature of co-ion. That means infinite dilution എത്തുമ്പോൾ എന്ത് സംഭവിക്കും? All the electrolyte completely dissociate ചെയ്യും. അങ്ങനെ completely dissociate ചെയ്യുന്ന സന്ദർഭത്തിൽ all the ions exist in that electrolyte. What will happen? The interionic effect between these ions will disappear. ഇന്റർഅയോണിക് അയോൺസ് എഫക്റ്റ് അവിടെ കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈച്ച് അയോൺ ക്യാൻ മൈഗ്രേറ്റ് ഇറ്റ്സ് കോ അയോൺ ആൻഡ് മേക്ക് എ ഡെഫിനിറ്റ് കോൺട്രിബ്യൂഷൻ. അതായത് മോളാർ കണ്ടക്റ്റൻസിന് ഓഫ് ദ ഇലക്ട്രോലൈറ്റിന് ഈ ഓരോ അയോണും അതിൻ്റേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ തരും. ബിക്കോസ് ദ ഇന്റർഅയോണിക് ഇഫക്റ്റ് ബിറ്റ്വീൻ ദീസ് അയോൺസ് വിൽ ഡിസപ്പിയർ. ആൻഡ് ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഈച്ച് അയോണിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി നാച്ചർ ഓഫ് ദി കോ അയോൺ പ്രസൻറ്റ്, അതിലുള്ള അതർ അയോൺസിൻ്റെ പ്രസൻറ്റുമായിട്ട് അത് എഫക്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും അതിൻ്റേതായ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ മോളാർ കണ്ടക്റ്റൻസിന് തരുന്നതാണ്, അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ തരുന്നതാണ് കൊഹ്റാഷ്യസ് ലോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, that means lambda m0 of an electrolyte is equal to the sum of the limiting molar conductivities of the ion constituting it. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിലുള്ള അയോൺസിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീൻ്റെ സമ്മായിരിക്കും. അപ്പം നമുക്ക് എന്താ പറയുക, ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റിൻ്റെ സമ്മായിരിക്കും ആ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ വി ആർ കൺസിഡറിങ് എൻ ഇലക്ട്രോലൈറ്റ് AXBY ടൈപ്പ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും, അയോൺസ് എങ്ങനെയായിരിക്കും? AY+ ആൻഡ് BX+ ആയിരിക്കും. ആൻഡ് ഓരോന്നിൻ്റെയും AY+, BX- ആയിരിക്കും. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും അയോൺസിന് അതിൻ്റേതായ മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട്. അപ്പം AY+ എന്ന് പറയുന്നത് എന്താണ്? കാറ്റയോൺ ആണ്. സോ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് വി ക്യാൻ നോട്ടഡ് ആസ് എ സ്മോൾ ലെറ്റർ ലാംഡ +0. ആൻഡ് BX- it is an anion, so its molar ionic conductivity, limiting molar ionic conductivity is lambda -0. So according to Kohlrausch's law, what is it's saying? Limiting molar conductivity at infinite dilution of an electrolyte is equal to the sum of the limiting molar conductivity of the ions constituting it. അപ്പോൾ എന്ത് പറയാം? ലാംഡ m0 will be equal to x into അത്രയും എന്തുണ്ട്? കാറ്റയോൺസ് അല്ലേ? x ലാംഡ +0 + y ഇൻറ്റു ലാംഡ -0 അത്രയും ആനിയോൺസിൻ്റെ അയോണിക് മോളാർ കണ്ടക്ടിവിറ്റീൻ്റെ സമ്മാണ്. അപ്പം എന്താണ് നമുക്ക് എക്സും വൈയും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് റെസ്പെക്റ്റീവ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസോസിയേഷൻ ഓഫ് 1 molecule ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് NaClൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ആൻഡ് Al2SO4 ആണെങ്കിൽ Al2SO4 ആണെങ്കിലോ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ദിസ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ലൈക്ക് ദിസ്: 2 λ m0 Al3+ + 3 λ m0 SO4 2-.
ഇതാണ് Kohlrausch's law. Next we are going to discuss the application of Kohlrausch's law. The first application of this Kohlrausch's law is the calculation of limiting molar conductivity of weak electrolyte. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോളാർ കണ്ടക്ടിവിറ്റി വാരിയേഷൻ വിത്ത് ഡൈല്യൂഷൻ നമ്മൾ കണ്ടപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ വേരിയേഷൻ ഓഫ് ദിസ് കണ്ടക്ടിവിറ്റി അക്കോർഡിംഗ് ടു കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് ആ ഗ്രാഫിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ വി കനോട്ട് ഫൈൻഡ് ഔട്ട് ബൈ എക്സ്ട്രാപൊളേറ്റിംഗ് ദി ഗ്രാഫ്. So for that type of electrolyte, that weak electrolyte, limiting molar conductivity can be calculated by using this Kohlrausch's law. അപ്പോൾ നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡ് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മോളാർ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി കാണുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഈ അസറ്റിക് ആസിഡിൻ്റെ അക്കോർഡിംഗ് ടു Kohlrausch's law നമുക്ക് എന്ത് പറയാം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് lambda M0 CH3CO അസറ്റേറ്റ് അയോൺ പ്ലസ് H പ്ലസ് അയോൺസിൻ്റെ അയോണിക് കണ്ടക്ടിവിറ്റി അല്ലേ, ലിമിറ്റിംഗ് മോൾ അയോണിക് കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് CH3CO മൈനസും H പ്ലസും എന്താണ് എന്നുള്ളത് അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വിൽ ബി ഓരോ അയോണിക് കണ്ടക്റ്റൻസ് വിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് വരുന്ന രീതിയിൽ ഇങ്ങനെ അവസാനം ഇക്വേഷൻ വരുന്ന രീതിയിൽ നമുക്കിപ്പോൾ ഇത് അസറ്റിക് ആസിഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു സോൾട്ട് എടുത്ത് CH3COO മൈനസ് പ്ലസ് Na പ്ലസ് അല്ലേ, ഇതിൻ്റെ പിന്നെ സോഡിയം അസറ്റേറ്റ് എടുത്ത് ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താണ് H ആണുള്ളത്. അപ്പോൾ Hൻ്റെ ഒരു പിന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് HCl എടുത്ത് അപ്പോൾ അതിന് അക്കോർഡിംഗ് ടു Kohlrausch's law we can written like this. ആൻഡ് ഇത് രണ്ടും ഇനി നമുക്ക് മൈനസ് ചെയ്ത് പോകണം. Na പ്ലസും Cl മൈനസും ഇതിലുണ്ടാവാൻ പാടില്ല അല്ലേ. അപ്പോൾ അത് വരണമെങ്കിൽ എന്താണ്? NaCl എടുക്കണം. NaCl എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ Kohlrausch's law നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം ഈ 3 ഇക്വേഷനെയും പ്ലസും മൈനസ് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റിയോ അസറ്റിക് ആസിഡ് നമുക്ക് എങ്ങനെ എഴുതാനെന്ന് കിട്ടും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് സോഡിയം അസറ്റേറ്റ് പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ് എന്നെടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ക്യാൻസൽ ചെയ്ത് അവസാനം നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ്. So while knowing the limiting molar conductance of sodium acetate and hydrochloric acid and NaCl, we can calculate the limiting molar conductance of this acetic acid. Likewise, we can calculate the limiting molar ionic conductance of ammonium hydroxide. Here we are taking ammonium chloride, sodium hydroxide and sodium chloride. Molar conductivity of ammonium chloride plus limiting molar conductivity of sodium hydroxide minus limiting molar conductivity of sodium chloride, we will get the limiting molar conductivity of ammonium hydroxide. Next application means the calculation of degree of dissociation of weak electrolyte. ഇവിടുന്ന് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഓസ്വാൾഡ് ഡൈല്യൂഷൻ അവിടെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡിസോസിയേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു λmc ബൈ λm0 ആണ്. അപ്പോൾ λmc നമുക്ക് കണ്ടുപിടിക്കാം. λm0 എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? യൂസിങ് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ്? നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് solubility and solubility product of sparingly soluble salt ആണ് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ എന്താ ചെയ്യുന്നത്? സ്പാരിംഗ്ലി സോല്യൂബിൾ സോൾട്ടിന് ഉദാഹരണം ആണ് സിൽവർ ക്ലോറൈഡ്, ബേരിൽ സൾഫേറ്റ്, ലെഡ് സൾഫേറ്റ് എല്ലാം. അപ്പോൾ ഇതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? It is consider the solubility of silver chloride in water and its solubility product. Pure AgCl stirred with conductivity water
ആൻഡ് അതിനെ കൂൾ ചെയ്യുക, ചൂടാക്കുക, കൂൾ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടുകയാണ്. അതിൻ്റെ കണ്ടക്ടിവിറ്റി വി ക്യാൻ കാൽക്കുലേറ്റ്. കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് സെൽ കോൺസ്റ്റൻറ്റ് ഇൻ ഇറ്റ്സ് സ്പെസിഫിക് കണ്ടക്റ്റൻസ്. അപ്പം ജി സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ സിൽവർ ക്ലോറൈഡിൻ്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് എസ് ആണെങ്കിൽ, എസ് മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ എങ്ങനെ എഴുതാം നമുക്ക്? കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എസ്, സോലിബിലിറ്റി ഓഫ് സോലിബിലിറ്റി. അതിൻ്റെ സോലിബിലിറ്റിയും അതിൻ്റെ സോലിബിലിറ്റി കെ ഇൻറ്റു 1000 ബൈ എസ് എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ആണ്. ദാറ്റ് വിൽ ബി ഓൾസോ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എസ് ആണ്. അപ്പം നമുക്ക് ലിമിറ്റിംഗ് മോളാർ ഇതിൻ്റെ അകത്ത് എസ്സിന് ഇങ്ങോട്ട് എടുത്തിച്ച് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ബൈ AgCl. അപ്പം ഇത് നമുക്ക് യൂസിങ് കൊഹ്റാഷ്യസ് ലോ കണ്ടുപിടിക്കാം. അപ്പം എസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി സോലിബിലിറ്റി പ്രോഡക്റ്റിന് നമ്മൾ എന്താണ് ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് അയണൈസ് ചെയ്തിച്ച് എഴുതാൻ പറ്റുക. അപ്പം നമുക്കറിയാം സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയറാണ്. സോലിബിലിറ്റി എസ് ആണ്. ഇത്രയാണെങ്കിൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് ആണ്. ദാറ്റ് ഈസ് മീൻസ് എസ് സ്ക്വയർ. അപ്പം സോലിബിലിറ്റി ഓഫ് AgCl എന്താണ്? അതിൻ്റെ സോലിബിലിറ്റി എസ് ഇൻറ്റു അതിൻ്റെ മോളാർ മാസ്, സോലിബിലിറ്റി ഓഫ് AgCl. അപ്പം നെക്സ്റ്റ് ഇതാണ് സോലിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് ദി വാട്ടർ. നമുക്ക് എന്താണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ? അയോണിക് പ്രോഡക്റ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഓർ H3O പ്ലസ് ആൻഡ് OH മൈനസ് അയോൺസ് at that temperature is known as ionic product. So ionic product is denoted as Kw. That will be is equal to concentration of H plus into concentration of OH minus. ഇനി Kw എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡിറ്റർമിൻ ഫ്രം ദി കണ്ടക്റ്റൻസ് മെഷർമെൻറ്റ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് 349.9. അതേപോലെ അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് OH മൈനസ്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? മോളാർ ലിമിറ്റിംഗ് കണ്ടക്റ്റൻസ് ഓഫ് H2O കിട്ടും. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 548.3 ohms ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി മെഷേർഡ് കണ്ടക്ടിവിറ്റി ഓഫ് പ്യുവർ വാട്ടർ കെ എന്ന് പറയുന്നത് എന്താണ്? 5.54 ഇൻറ്റു 10⁻⁻8 ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. ഇനി ഈ എന്ന് പറഞ്ഞാൽ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്യുക വെരി സ്ലോലി, സ്ലൈറ്റ്ലി ഡിസോസിയേഷൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. മോളാർ limiting molar conductance of H2O will be is equal to K into V ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. V is the volume containing 1 mole of H plus and OH minus ions. V is equal to lambda m0 H2 by K. lambda m0 നമ്മൾ ഓൾറെഡി കണ്ട്. മുകളിൽ അക്കോർഡിംഗ് ടു കൊഹ്റാഷ്യസ് ലോ നമ്മളിവിടെ മെഷേർഡ് അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് H പ്ലസ് എന്നും OH മൈനസ് എന്നും അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H2O കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 554. ഇനി അതിൻ്റെ അകത്തുനിന്ന് K ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് പുവർ വാട്ടർ ദാറ്റ് ഈസ് 5.5. അത്രയും വാട്ടർ കണ്ടെയ്ൻസ് 1 mole ഓഫ് H പ്ലസ് ആൻഡ് 1 mole ഓഫ് OH മൈനസ്. ഇതാണ് അതിൻ്റെ വോളിയം. അത്രയും വോളിയം വാട്ടർ കണ്ടെയ്ൻസ് 1 mole ഓഫ് H പ്ലസ് ആൻഡ് 1 mole ഓഫ് OH മൈനസ്. അപ്പം 1 centimeter cube ഓഫ് ദ വാട്ടർ കണ്ടെയ്ൻസ് ഇത് ഇൻറ്റു ഇത്രയായിരിക്കും 1.01 ഇൻറ്റു 10⁻⁻10 മോളാണ് കണ്ടെയ്ൻ ചെയ്തത്. 1 dm ക്യൂബ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻറ്റു 1000. അപ്പം ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 1.01 ഇൻറ്റു 10⁻⁻7. ദാറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്
ആൻഡ് ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. സെയിം ആയിരിക്കും, H2O ആയതുകൊണ്ട് അതിൻ്റെ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ H+OH- മോണോ അയോണിക് ആയതുകൊണ്ട് അത് സെയിം ആയിരിക്കും. അപ്പോൾ KW എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അത് എത്രയാണ്? 1.0 10⁻⁻. ഇത് കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പം വാല്യൂ എത്ര കിട്ടും? 1.02 × 10⁻14 മോൾ സ്ക്വയർ DM